ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജനുവരി മാസം 27-ാം തീയതിയാണ്. ഏകദേശം 14ഓളം സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ബ്രഹ്മാണ്ഡ ഹിറ്റായി മാറിയ പുഷ്പ 2 ദ റൂൾ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ റീലോഡ് വേർഷനൊക്കെ പിന്നീട് തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു. അതായത് 20-25 മിനിറ്റോളം കൂടുതലുള്ള റീലോഡ് വേർഷനൊക്കെ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു. അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഹിന്ദി, കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് ജനുവരി മാസം 30-ാം തീയതി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ടൊവിനോ തോമസും തൃശ്യൊക്കെ പ്രധാന വേഷം കൈകാര്യം ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ സിനിമ പരാജയമായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു ഐഡന്റിറ്റി എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമ ജനുവരി മാസം 31-ാം തീയതി ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, മലയാള ഭാഷ കൂടാതെ മറ്റു ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദ സ്റ്റോറി ടെല്ലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഇംഗ്ലീഷിൽ നേരത്തെ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് സ്ട്രേഞ്ച് ഡാർലിംഗ് എന്ന് പറഞ്ഞ സിനിമ. ഒരു ക്രൈം ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴി അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസിലും ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ഒരു ആനിമേഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മോന 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഔട്ട് ഓഫ് ഇന്ത്യക്ക് പുറത്തായിട്ട് 2 ഓപ്ഷനിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ത്രില്ലർ മൂവിയായിരുന്നു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്നും ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇന്ന് ഈ വൈകുന്നേരം 5 മണിക്ക് ഈ ഒരു സിനിമയുടെ OTT ട്രെയിലർ വരുന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ട്രെയിലറിൽ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡേറ്റ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നുള്ളത് പിന്നെ ഈ ആഴ്ച ജനുവരി മാസം 30 അല്ലെങ്കിൽ 31 ആയിരിക്കും എന്നാണ്. എന്നാൽ നമുക്ക് പിന്നെ ഈ സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, പിന്നെ ട്രെയിലറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂവിയാണ്. ബയോസ്കോപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ ഫൈൻഡ് എന്നാണ് OTT പ്ലാറ്റ്ഫോം വഴി ജനുവരി മാസം 31-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ആഹാ തമിഴിൽ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് എമക്ക് തൊഴിൽ റൊമാൻസ് എന്ന സിനിമ. അശോക് സെൽവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഫെബ്രുവരി മാസം 14-ാം തീയതി വാലന്റൈൻസ് ഡേ ദിനത്തിൽ ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഷെയ്ൻ നിഗം, കലയരസ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ്. നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. കോഫി വിത്ത് എ കില്ലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജനുവരി മാസം 31-ാം തീയതി ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മിസിസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സാനിയ മൽഹോത്ര പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഫെബ്രുവരി മാസം 7-ാം തീയതി C5 വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് അജു വർഗീസും അനന്യൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സ്വർഗം എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ ഫെബ്രുവരി റിലീസ് ആയിരിക്കും മനോരമ മാക്സ് വഴി. അടുത്തത് ഒരു മലയാള സിനിമയാണ്. തണുപ്പ് എന്നാണ് സിനിമയുടെ പേര്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ച സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. ഇപ്പോൾ മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്ന് ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി റിലീസ് ആയിരിക്കും ഈ സിനിമ എന്നുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറഞ്ഞ സിനിമയാണ്. പൂർണിമ ഇന്ദ്രജിത്ത്, ഹക്കീം ഷാ, പ്രിയമത കൃഷ്ണൻ, വിജയരാഘവൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെയും കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ റിലീസ് ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഇന്ന് റിലീസ് ചെയ്തതും ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകളുടെ അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.